Yes, good afternoon. Okay, Davida. Okay, Nivia. Yes, Noble. Sujita, good afternoon. Jadina, good afternoon. Okay, let's start. Okay. So let's start. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയില്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഓരോരുത്തര്. യെസ്, ഞാനൊന്നും മിണ്ടാതെ. Why you are keeping silence? Namita Dominic. Yes, sir. How are you, Namita? I'm fine, sir. Very good, very good. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നില്ലേ? ആക്ച്വലി എനിക്ക് അറിയത്തില്ല, ഞാൻ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. Very good, very good, very good, very good. ബിക്കോസ് മൈ Yes. സിസ്റ്റർ കെയിം, അവള് തിരുവനന്തപുരത്ത് നിന്ന് വന്ന കാരണം ഞാൻ അവളുടെ കൂടെ ആയിരുന്നു. സോ Very good, very good. Okay, no problem. അപ്പോൾ നമിത, ഞാനൊരു Yes, sir. ചോദ്യം ചോദിക്കാം. ഞാൻ Yeah. ചുമ്മാ ഒരു ചോദ്യം ചോദിക്കാം. ഓക്കെ സർ. ആ വിഷയത്തിലുള്ള നമിതയുടെ അഭിപ്രായം ആദ്യം പറയാം. ഓക്കെ സർ. ഇംഗ്ലീഷിലാണ് പറയേണ്ടത്. ഓക്കെ സർ. വെരി Okay. ഗുഡ്. ചോദിച്ചോളാം, മ്യൂട്ട് ചെയ്തു. നിമിയ, സന്തോഷ്. Yes, sir. അപ്പോ നമിത പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിമിയ പറഞ്ഞാൽ മതി. ഓക്കെ Okay, sir. ഓക്കെ. അപ്പൊ ബാക്കി ഞാൻ പിന്നെ ചോദിച്ചോളാം ഓരോരുത്തരോട്. അപ്പൊ രണ്ടുപേരും തുടങ്ങി തരാൻ വേണ്ടിയിട്ടാണ്. Okay. യെസ്, ഓക്കെ, മ്യൂട്ട് ചെയ്തു. യെസ്, നമുക്ക് നമ്മൾ ഒരു ദിവസം ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു നിമിയ പറഞ്ഞുകൊണ്ടിരുന്നത്. പറഞ്ഞു sir. നമുക്കൊരു പറഞ്ഞു കഴിയോ? പറഞ്ഞു, ഫുള്ള് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ ഞാനിപ്പോ നമുക്ക് രണ്ട് രീതിയിലുള്ള വിവാഹങ്ങളുണ്ട്. വൺ ഈസ് ലവ് മാരേജ്, നെക്സ്റ്റ് വൺ ഈസ് അറേഞ്ച്ഡ് മാരേജ്. അപ്പൊ ഞാനൊരു വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. വിച്ച് ടൈപ്പ് ഓഫ് മാരേജ് യു പ്രിഫർ? ഇതിൽ എങ്ങനെയുള്ള വിവാഹത്തെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ പ്രിഫർ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ പ്രിഫർ ലവ് മാരേജ് എന്ന് പറയാം. ഐ പ്രിഫർ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ കൂടി പറയാം. ബിക്കോസ് ഐ പ്രിഫർ അറേഞ്ച്ഡ് മാരേജ് ബിക്കോസ് ഒന്ന് രണ്ട് കാരണങ്ങൾ ഇംഗ്ലീഷിൽ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ദർ ഈസ് എ ഫാമിലി സപ്പോർട്ട് ഫ്രം ടു ഫാമിലീസ്, ദർ ഈസ് എ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം ടു ഫാമിലീസ്. അതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. രണ്ടാമത്തേത് നിങ്ങളിപ്പോ പ്രിഫർ ചെയ്യുന്നത് ലവ് മാരേജ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ പ്രിഫർ ലവ് മാരേജ് ബിക്കോസ് റീസൺ നമുക്ക് പറയാം ദർ ഈസ് എ ഗ്രേറ്റ് ബോണ്ട് among the husband and wife. അതുമല്ല എങ്കിൽ we know our partner earlier, we know his character,
നേരത്തെ നമുക്ക് അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് അറിയാം, അത് നല്ലതാണ്. ഒരു പരിചയമില്ലാത്ത ഒരാളെക്കാളും ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പരിചയമുള്ള ഒരാളുമായിട്ട് അങ്ങനെ പറയാം. അപ്പൊ വാട്ട് മേബി ദാറ്റ് ഈസ് യുവർ ലൈഫ്. നമ്മളിപ്പോ വളരെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ട് ഒരു വിഷയം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. യുവർ ഒപ്പീനിയൻ, യുവർ ഐഡിയ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ പ്രിഫർ ചെയ്യുക. കേട്ടാ ഷബാനക്ക് വേണമെങ്കിൽ വാട്ട് എവർ യു പ്രിഫർ ദാറ്റ് ഈസ് യുവർ ലൈഫ്. ഇഷ്ടമുള്ളത് പ്രിഫർ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ച് പറയാം. യെസ്, ഓരോരുത്തരും ആലോചിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം മൈ മാരേജ് വാസ് എ ലവ് മാരേജ്, സോ ഐ പ്രിഫർ ലവ് മാരേജ് ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് 2 കാരണങ്ങൾ. യെസ്, ഇത് ഞാൻ വലിയ ഇന്റർനാഷണൽ വിഷയങ്ങളൊക്കെ പറയാതിരിക്കുന്നത് ഇങ്ങനെ ഒരു വിഷയമാകുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളിൽ അവതരിപ്പിക്കാൻ പറ്റും. യെസ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. യെസ്, അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടാവും. ആ കൺസെപ്റ്റ് വെച്ച് സംസാരിക്കാൻ പറ്റും. യെസ്, അപ്പൊ ഞാനിങ്ങനെ കുറച്ചിങ്ങനെ നീട്ടി പിടിച്ചത് നിമിതക്ക് ഒന്ന് ആലോചിക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. യെസ്, അഫ്ര മൻസ. യെസ്, റബീന ടീം. സാർ എന്നോടാണ് പറയാൻ നമിത ഗെറ്റ് റെഡി ആയിക്കോ, വിളിച്ചോളാം. റബീന, Yes, sir. ഹൗ ആർ യു? Fine, sir. വെരി ഗുഡ്. റബീനക്ക് പറയാൻ പറ്റില്ല വിഷയത്തെ കുറിച്ച്? എനിക്ക് ക്ലിയർ ആയിട്ടില്ല, എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് ജോയിൻ ആയത്. ഒന്നും കൂടി പറയാം സർ. ഒന്നുകൂടി പറയാം. ഞങ്ങൾ ഇവിടെ ഒരു വിഷയം കൊടുക്കുന്നുണ്ട്. സബ്ജക്ട് ഈസ് അറേഞ്ച്ഡ് മാരേജ് ആൻഡ് ലവ് മാരേജ്. ഇതാണ് സബ്ജക്ട്. Okay. അപ്പോ ഏതിനെയാണ് റബീന സപ്പോർട്ട് ചെയ്യണതെന്ന് പറയാം. എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് അതിന്റെ കാരണങ്ങൾ അത് പറയാം. ഇംഗ്ലീഷിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള വാചകം തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഐ പ്രിഫർ അറേഞ്ച്ഡ് മാരേജ്, ഐ പ്രിഫർ ലവ് മാരേജ് എന്ന് പറഞ്ഞിട്ട് 1-2 സെന്റൻസ് അതിനെ കുറിച്ചൊന്ന് പറയാം. ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് വി ഡിസ്കസ്. ഇതാണ് നമ്മളോട് ചർച്ച ചെയ്ത വിഷയം. യെസ്, അപ്പോ ഒന്ന് തൊട്ട് മുന്നിലിരിക്കുന്ന പേപ്പറിൽ 1-2 പോയിന്റ് ഏതെങ്കിലും അവരുടെ സപ്പോർട്ട് ചെയ്യാം. അതിട്ട് അതിനെ കുറിച്ച് ഒരു 2 പോയിന്റ് ഒന്ന് 2-3 പോയിന്റ് 2 പോയിന്റ് ഒന്ന് പറഞ്ഞോളൂ, ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നോബിൾ ആൻഡ് ജദീദ, സുചിത്ര, യു ഗെറ്റ് റെഡി. ഓക്കെ നമിത, സ്റ്റാർട്ട് ചെയ്തോളൂ. Sir, actually, I prefer arranged marriage Yes. because for me, arranged marriage, after arranged, I believe that arranged marriage, because after arranged marriage, I can means before marriage, even if love marriage, we know each other, but I prefer mostly arranged marriage because I cannot cheat. Means if love marriage, I cannot what to say. That I cannot, my parents, not my parents, actually, I was brought by my grandparents. They was Yes. everything to me. My Yes. grandparents, my grandfather and grandmother, my parents' mother. So Yes. I cannot, means they are my world, actually. Now they are Yes. not there, they passed away. My grandfather passed away when I was in 3rd standard. My Yes. grandmother recently, she passed away. So she only brought me up. She was the one who teach me, who taught me everything. Yes. She was a teacher. She was a school teacher, headmistress. So Yes. according to her, she was the role model for me, and her Yes. life was my role model. So Yes. and I loved her so much. She was everything to me. So I don't want to make her feel that I am doing my own wish, means I'm selecting my own partner. I want her to select for me because I know that the one who she is selecting will be best for me. Yes. She is the one. She knows me very well. Even I Yes. don't know about myself, how I am, but she Yes. knows me very well.
that Okay. my life, she was the one who everything is for me, she only. So I thought that let her, then I don't actually, I was not able to love, because if suppose I'm loving, if for any reason I was not able to marry that person, then if I'm marrying another man, I cannot cheat him. That was a cheating actually, because I'm keeping another man in my heart and I'm living with my husband. Actually, it is completely a cheating. I cannot do that. I'm a loyal. I mean, I should be loyal with my partner. That's what my main point is. So I think that I should be loyal every way. I should be loyal. Even my partner should be loyal to me, and even I should be loyal to him. That's and for God grace, and I got my best husband. He is loyal to me. He cared for me. He loved me very much. So I'm happy with everything. I'm happy that I am his wife, and my So, husband name is Gibson. so I'm you, happy to be his wife. so you prefer arranged marriage? Yeah. Yes. Than love marriage? Huh? Yes. Arranged marriage. I prefer arranged marriage. Yes. Okay. 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 അപ്പോ ഓക്കെ നമിത, വെരി ഗുഡ് വെരി ഗുഡ് വെരി. അപ്പൊ നമിതയാണ് പറഞ്ഞത്, അക്കോർഡിംഗ് ടു നമിത, her role model is her grandmother. So Namita says that she is an advocate of arranged marriage. She likes arranged marriage because her grandmother knows her very well. Grandmother അറിയാം ആരാണ് നമിത എന്ന്. Yes. അപ്പൊ they will select the best partner for Namita. So Namita says that arranged marriage is the best form of marriage. Okay. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ, പറയേണ്ടത് എങ്ങനെയാണെന്ന് സംഗതി കിട്ടിയല്ലോ. അശ്വതി, നിങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ നിങ്ങൾ പ്രിഫർ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ച ചെയ്തു. യെസ്. അപ്പോ അതിനാണ് നമിത ഇപ്പോൾ പറഞ്ഞ അശ്വതി റെഡിയാക്കി വെച്ചോട്ടെ. ഇഷ്ടമുള്ളത് അശ്വതിക്ക് പറയാം, എന്തുകൊണ്ട് എന്നുള്ളതിന് രണ്ട് കാരണവും കൂടെ അതിന്റെ കൂടെ ചേർക്കാം. ഓക്കെ. നിമിയ പറഞ്ഞോളൂ. നിമിയ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? Sir, I prepare love come arranged marriage Love because arranged marriage. Okay. Diplomatic ആണ് അല്ലേ? okay, sir. Because Yes. I think my both minds are very equal. Yes. That's the common reason, sir. Yes. Okay. And the best thing is to have a best partner. അല്ലേ? Yes, sir. Yes. ഓ, ഇനി വേറെ എന്തെങ്കിലും അതിന്റെ കൂടെ? That's it, sir. മെയിൻ ആയിട്ട് മെയിനായിട്ട് അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. യെസ്. അപ്പൊ യു ടെൽ ദാറ്റ് ഫിനാൻഷ്യലിയേക്കാളും സപ്പോർട്ട് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഈക്വൽ ആവുമ്പോ ഫാമിലിയുടെ സപ്പോർട്ടും അതുപോലെ വരും. ഐ തിങ്ക് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. ഓക്കെ ഓക്കെ. അത് അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിന്തിക്കാം, അഭിപ്രായം പറയാം. അപ്പൊ ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാന്ന് വിചാരിച്ചോട്ടെ. അതായത് യു പ്രിഫർ ലവ് മാരേജ് ബട്ട് വിത്ത് ദ കൺസെന്റ് ഓഫ് ദി പാരന്റ്സ്, അതാണ് ഉദ്ദേശിച്ചത്. അതെ 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 സർ. യെസ്. അപ്പോ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് നിമിയ പറഞ്ഞത് അല്ലേ? അതെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ നിമിയ ടെൽസ് ദാറ്റ് love marriage is the best form of marriage, but it should be with the consent of the parents. Consent of the parents. അങ്ങനെയായിരിക്കും. Yes. Okay, okay. അവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ലവ് മാരേജ് അല്ല, അവരെ യെസ്. അപ്പോ നിമിതയിൽ നിന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സമീപനമാണ് ആർക്കുണ്ടായിരുന്നത്? നിമിയക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് നിമിയ. യെസ്. റബീന, what is your opinion? Yes, sir. I prefer Yes. arranged marriage. Your opinion, please. Pardon. I prefer arranged marriage Yes. Why? because marriage is lifelong partnership. It Yes. needs mutual respect, trust, and an open communication. Yes. Successful marriages are built on teamwork. Yes. Nowadays, divorce rates are higher. Yes.
I think most divorces are occurred in love marriage. I think. Yes. Yes. Thought- Your observation is right. Okay. Carry on. പറഞ്ഞോളൂ റബീന. That's all, sir. Yes. ഓക്കെ. അപ്പോൾ നമ്മുടെ റബീന വളരെ ആരും പറയാത്തൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. Divorce cases are more often that we can see in love marriage than arranged marriage. So she is also an advocate of arranged marriage. Yes. Okay. Ravina, thank you for your observation. Then, Sujitra, what is your opinion? I am also preferred arranged marriage. Yes, why? The arranged marriage is the future life, the safety also. Safety of the Future life. yes, safety for future life. Okay. Then very good bonding is created after marriage. Yes, very good bonding is created after the marriage. Very good. And love marriage is also same aged persons married, but arranged marriage also different kinds of age. Yes. That means 1 year, 10 years, 5 years at any years. Okay. Different persons married in arranged marriage. Okay. Okay. So that life is. അപ്പൊ അതുകൊണ്ട് ഗുണം എന്താണ് സുചിത്ര കാണുന്നത്? അപ്പൊ അങ്ങനെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാലുള്ള മെച്ചം എന്താണ് സുചിത്ര കാണുന്നത്? That time child's futures also good in improvement. Yes. Then decision is different. That means a girl is no maturity, but husband is matured. So that decision also good, and then a good result given in life. Yes. Okay. അതെ, ഇവരാരും കേൾക്കണ്ട, ഇവര് സമ്മതിക്കൂലത്. റിയലി സ്റ്റോട്ട് മച്ചോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചാടി വിടും. മച്ചോടല്ലത്. Yes. Okay. I understand ഒരു സാധാരണ വീട്ടമ്മയുടെ ചിന്താഗതിയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. Very good. Yes, I can understand your feelings. Then husband, father and mother also supported and listen the couples critical situations also. Yes, very good. In every critical situation, the parents, they will hear the matter and they will hear it and they will try to solve it. Okay. Then no issues increase the financial depending. Yes. On the financial dependent type. Okay. There will be great financial support from two families. If they are in a financial crisis, they will support us. Okay. അതാണ് ആദ്യമേ തന്നെ സുചിത്ര പറഞ്ഞത്, ഭാവിയിലേക്ക് നല്ലത് ഏതാണ്? അറേഞ്ച്ഡ് മാരേജ് ആണ് അല്ലേ? Yes, also arranged marriage is love marriage is also good. I am not bad to talk about all. Yes. Love marriage is also good, but some situations handle the persons. So women supported the arrangement marriage persons also. I am noticed that. Yes. That's all, sir. Okay, very good. സുചിത്ര Thank you, sir. പറഞ്ഞപ്പോൾ സുചിത്ര ഉള്ളിലുള്ള ചിന്തകൾ കറക്റ്റ് ആയിട്ട് പുറത്തേക്ക് വന്നു. സുചിത്രയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ ഒരു വേദിയാണ് ഞാനിവിടെ തന്നത്. അപ്പൊ സുചിത്ര നോക്കി, യു ഹേർഡ് വാട്ട് ഡിഡ് സുചിത്ര സേ. സുചിത്ര വേറെ ഒന്നൊരു കാര്യം കൂടി പറഞ്ഞു. ലവ് മാരേജ് ആവുമ്പോൾ ഏതാണ്ട് ഒരേ ഏജ് ആയിരിക്കും. ദാറ്റ് വിൽ ക്രിയേറ്റ് ദ പ്രോബ്ലം. അതൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. യെസ്. പിന്നെ പറഞ്ഞതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് പൊതുവെ ഒരു മച്ചുവേർഡ് ആയിരിക്കും, ഭാര്യ ചിലപ്പോൾ അത്രയും മച്ചുവേർഡ് ആവൂല. അപ്പൊ അതുകൊണ്ട് 5 വയസ്സിനൊക്കെ മുകളിൽ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ കുറച്ചൊരു മച്ചുവേർഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റും. യെസ്, അതാണ് സുചിത്രയുടെ
viewpoint. Okay. Very good, Sujitra. Yes, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ശരിയാണ് തെറ്റാണ്? യു ആർ ടെല്ലിംഗ് യുവർ ഒപ്പീനിയൻ. നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങളുടെ അഭിപ്രായം. യെസ്, അതിൻ്റെ അകത്ത് ഒരു വ്യത്യാസമില്ല. അപ്പൊ കൃപ വർഗീസ്, അശ്വതി രവി, രോഹിൻ രാജ്, ഐസ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലവ് മാരേജ് വേണോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത് എന്നുള്ളൊരു വിഷയമാണ്. യെസ്, ഇപ്പൊ നിങ്ങളുടെ ആ ഒരു ഇംഗ്ലീഷിൽ പറയാനുള്ള ഒരു സ്കില്ലിന്റെ ഭാഗമായിട്ട് ഞാൻ വളരെ ലൈറ്റ് ആയിട്ടുള്ള വിഷയമാണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രിഫർ ചെയ്യാം. ഐ പ്രിഫർ ലവ് മാരേജ് എന്ന് പറയാം. വൈ എന്നുള്ളതിന്റെ രണ്ട് കാരണങ്ങൾ പറയാം. ബിക്കോസ് സോ ആൻഡ് സോ. ഐ പ്രിഫർ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് പറയാം മൈ മാരേജ് വാസ് ലവ് മാരേജ് ബട്ട് ഐ പ്രിഫർ അറേഞ്ച്ഡ് മാരേജ് എന്ന് നിങ്ങൾക്ക് പറയാം. അതായത് നിങ്ങൾക്ക് പറയാം മൈ മാരേജ് വാസ് എ അറേഞ്ച്ഡ് മാരേജ് ബട്ട് ഐ പ്രിഫർ ലവ് മാരേജ്. മറ്റു നിങ്ങൾക്ക് റീസൺ പറയാം. ഒന്നോ രണ്ടോ കാരണങ്ങളായിട്ട് പറയാം. രണ്ടോ രണ്ടിൽ കൂടുതലോ. അപ്പൊ കൃപ, അശ്വതി രവി, റോഷിൻ, ഐസ 2-3 പോയിന്റുകൾ നോക്കി വെച്ചോളൂ. അപ്പൊ ഇവിടെ നമ്മുടെ ഇവിടെ 1-2 പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. യെസ്, നോക്കി വെച്ചോളൂ. ദെൻ ജദീദ. Sir, പറയൂ ജദീദ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ലവ് മാരേജ് ആൻഡ് അറേഞ്ച്ഡ് മാരേജ്? I would prefer arranged marriage. യെസ്, യു ആൾസോ prefer. Why? Why? I am an arranged person. Arranged marriage. യെസ്, ഓക്കെ. Mm, സ്വന്തം ജീവിതത്തിൽ തന്നെ പറയാല്ല എന്തുകൊണ്ടാണ് ഞാൻ അത് ഇഷ്ടപ്പെടാൻ കാരണം. മൈ മാരേജ് വാസ് അറേഞ്ച്ഡ് മാരേജ്. ദെൻ പറഞ്ഞോളൂ ജദീദ. ജദീദക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ച് പറഞ്ഞാൽ അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാവും ഇല്ലേ? yes, sir. പരസ്പരം ഒരു റെസ്പെക്ട് ഉണ്ടാവില്ലേ? Yes, അപ്പൊ yes, അത് sir. there is a mutual respect അല്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് മാരേജ് ഒക്കെ ഇടാൻ കൂടാന്നുള്ള രീതിയിലായിരിക്കും. ഇത് അങ്ങനെയാവില്ല. ഒരു റെസ്പെക്ട് ഉണ്ടാവും. ഗിവ് ആൻഡ് ടേക്ക്. ഓക്കെ, അത് പറയാം. there is a mutual respect in arranged marriage. ഓക്കെ, അത് പറഞ്ഞ് ഞാനിപ്പോ സപ്പോർട്ട് ചെയ്തു. ഇനി വേറെ ഒന്നും പറഞ്ഞിരിക്കും. All situations are not arranged marriage is good. യെസ്, എല്ലാ സിറ്റുവേഷനും അറേഞ്ച്ഡ് മാരേജ് നല്ലതാണ്. യെസ്, പിന്നെ My sister is arranged marriage, but now she is divorce situation യെസ്, because her husband's mother was very misbehavior. യെസ്, She is not at home. യെസ്. Love marriage and arranged marriage both. Both have their own problems, plus and minus അല്ലേ? Yes, yes. ഓക്കെ, ഓക്കെ. അപ്പൊ നേരത്തെ റബീന പറഞ്ഞതല്ലേ? യെസ്, it should be പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞ റബീന പറഞ്ഞില്ലേ? ഒരു റെസ്പെക്ട്. അപ്പൊ ആ ഇതിലോട്ടാണ് ജദീദ വരുന്നത്. ഓക്കെ ജദീദ, എനിത്തിങ് മോർ? No, sir, that's about it. Okay. അപ്പൊ ജദീദ, she connected to her life. Okay. I think that she has an experience to reveal something. ജീവിതത്തെ കുറിച്ച് കുറച്ചുകൂടി അനുഭവങ്ങളുള്ള ഒരാളാണ് ജദീദ. യെസ്, വെരി ഗുഡ്. Then അശ്വതി ഡയർ. Yes. Sir, What is your opinion, Ashwati? my opinion is arranged marriage is best. Arranged marriage is best. Okay. Why do you prefer arranged marriage? Support the relatives and so many problems solving. Yes. അപ്പൊ അവിടെ ആക്ച്വലി പറയുന്നത് നോട്ട് ഓൺലി ദ സപ്പോർട്ട് ഓഫ് പാരന്റ്സിന്റെ മാത്രം സപ്പോർട്ട് ഇല്ല. ദർ വിൽ ബി ദ ഗ്രേറ്റ് സപ്പോർട്ട് ഫ്രം ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, ആൻഡ് ദേ വിൽ സപ്പോർട്ട്. ഓക്കെ, ആൻഡ് ദ പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ ബി ഈസിലി സോൾവ്. യെസ്, ഓക്കെ. Then the new generations are the
relatives. So They many will help us. relatives are. ഓക്കെ ആക്ച്വലി അശ്വിനി പറഞ്ഞൊരു കറക്റ്റ് ആരും പറയാത്ത സംഗതിയാണ്. നമ്മൾക്ക് ഒരു കുട്ടി ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ബന്ധുക്കളുടെയും മാതാപിതാക്കളുടെ ഒക്കെ ഹെൽപ്പ് വേണ്ടി വരും. പിന്നെ അവരുടെ ഒരു മെന്റൽ ഫിസിക്കൽ സപ്പോർട്ട് വേണ്ടി വരും. അപ്പൊ അത് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ്, കുട്ടിയുടെ വളർച്ചയ്ക്ക് ഉപകാരപ്രദമാണ്. അതല്ല അശ്വതി ഉദ്ദേശിച്ച്? അതെ സർ. പിന്നെ അടുത്ത പോയത് അത്രേ ഉള്ളൂ. അത്ര ഉള്ള അശ്വതി? Yes sir. Yes sir, very good. I am very happy that you have participated. Very good. Kripa Varghese? Yes, sir. Yes, what is your opinion about that? My marriage is arranged marriage, but I am support arranged marriage and love marriage equally. നേരത്തെ ഇവിടെ ഒരാളുണ്ടായിരുന്നു, നിമിയ. അത് കൃപ വരുന്നതിന് മുൻപാണ്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിമിയ പറഞ്ഞു, ഐ പ്രിഫർ ലവ് മാരേജ് വിത്ത് ദ കൺസെന്റ് ഓഫ് ദി പാരന്റ്സ്. അതേ അഭിപ്രായം തന്നെയാണ് കൃപക്കുള്ളത്. Yes sir. Yes, with the consent. It can be, I prefer arranged love marriage, but it must be with the consent of the parents, both. Okay, then continue. Where are the point English? Arranged marriage is very supportive. Okay. Very supportive of the parents and family relatives. Okay. അതൊക്കെ പറഞ്ഞത് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള കാര്യം പറയാൻ പറ്റും. ഇപ്പൊ നേരത്തെ അശ്വതി ഒരു കുട്ടികളെ വളർത്തുന്ന കേസ് അതിൻ്റെ അകത്ത് എടുത്ത് ഞാനും പറയാനും ഒരു പോയിന്റ് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ പോലെ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ എന്തെങ്കിലും ഒരു പോയിന്റ്? യെസ്, ആരും പറയാത്ത എന്തെങ്കിലും ഒരു പോയിന്റ്? ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ട്, മെന്റൽ സപ്പോർട്ട് ഉണ്ട്, പാരന്റ് സപ്പോർട്ട് ഉണ്ട്, അതൊക്കെ പറഞ്ഞു. ഓക്കെ, പറയാത്ത എന്തെങ്കിലും? യെസ്, സ്വന്തം ജീവിതത്തിലോട്ട് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലേ? യെസ്. ഓക്കെ കൃപ, നോ പ്രോബ്ലം. യെസ്, ഓക്കെ. വെരി ഗുഡ്. യെസ്, ദെൻ റോഹിൻ കെ റെജി. Yes. Okay. ഫർസാന. സാർ, ഞാൻ ഇപ്പൊ കേറിയതേ ഉള്ളൂ. ഓക്കെ, നോ പ്രോബ്ലം. ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ നല്ലത് ഇതിനെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ നിമിത അതിനെ കുറിച്ച് സംസാരിച്ചു, നിമിയ സംസാരിച്ചു, റബീന സംസാരിച്ചു, സുചിത്ര സംസാരിച്ചു, പിന്നെ ജദീദ സംസാരിച്ചു, അശ്വതി ദയാൽ സംസാരിച്ചു, കൃപ സംസാരിച്ചു. യെസ്, അപ്പൊ അതിനെ കുറിച്ചാണ് ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അശ്വതി രതി, രതിയുടെ അഭിപ്രായം എന്താണ്? Sir, it's better to have a love marriage with arranged marriage. യെസ്, ഡിപ്ലോമാറ്റിക് ആണ്. അപ്പൊ നേരത്തെ നിമിയ പറഞ്ഞ അതിനാണ് ലവ് മാരേജ് വിത്ത് ഇഫക്റ്റ് അറേഞ്ച്ഡ് മാരേജ്. ദാറ്റ് മീൻസ് ലവ് മാരേജ് വിത്ത് കൺസെന്റ് ഓഫ് ദി പാരന്റ്സ് അല്ലാണ് ഉദ്ദേശിച്ചത്? Yes. മനസ്സിലായി. കണ്ടിന്യൂ. ഇനി ബാക്കിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? So we get both support from family, both sides. Both sides we will get support. Okay. And we have both family support, and if there is a problem they will help us. Yes, if there is a problem between husband and wife they will help us.
If to we solve go it. for love marriage, many problems, they will not help us in any situations. Yes. But if arranged marriage, if there is a problem, all will come and make this small problem into big problem. Yes. They will not allow to turn the small problem into a big problem. If it is in the love marriage, the parents will say it is equal selection and you suffer. Yes. 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 Okay. മനസ്സിലാവുള്ള അശ്വതി. Yes. Continue. Very good. അശ്വതിക്ക് നല്ല ഒബ്സർവേഷൻ ഒക്കെ ഉണ്ട്. Yes. Okay. കാരണം അശ്വതി ചുറ്റുപാടുകളൊക്കെ നോക്കുന്നുണ്ട്. Yes. Okay. That's all. So, very good. Then, okay, very good. Rohit. Yes. Okay, വിചാരിക്കാം. Okay. Yes. അപ്പൊ നമുക്ക് ഞാൻ എല്ലാവരോടും ആദ്യമേ തന്നെ ഒരു താങ്ക്സ് പറയും. എന്തിനാന്ന് അറിയാം? For involving and participating in this subject. ഇത് നിങ്ങൾ ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും അറേഞ്ച്ഡ് മാരേജിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് അത് പറയാനുള്ള കാര്യം 2 വരി ഇംഗ്ലീഷ് പറയാൻ പറ്റിയില്ലേ, അത് മാത്രം നമുക്ക് നോക്കിയാൽ വാട്ട് എവർ ഇറ്റ് മേ ബി, ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ആക്കി, അത് നോ പ്രോബ്ലം. പക്ഷെ ഞാൻ ഈ വിഷയം എടുത്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വിഷയം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അപ്പൊ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും യെസ്, ഓ ഞാൻ പറഞ്ഞില്ലേ, യെസ് ഇതുപോലെ ഒരു പക്ഷേ ഇതിനു മുമ്പ് പറയാത്തവരുണ്ടാവാം. യെസ്, പക്ഷെ നിങ്ങൾക്ക് പറയാനായിട്ടുള്ള അവസരമാണ് ഞാൻ തന്നത്. ഇതുപോലെ ചെറിയ വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അതിനെക്കുറിച്ച് 1 or 2 വാചകം നിങ്ങൾക്ക് പറയാനില്ല. സുചിത്ര ഓക്കെയാണ്, അശ്വതി രതി ഓക്കെയാണ്, കൃപ ഓക്കെയാണ്, നിമിയ അശ്വതി ഡയൽ ഓക്കെയാണ്. യെസ്, മതി. ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും മക്കളെ. എവിടെയെങ്കിലും ചെന്നിട്ട് ഒരു ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് 2 വാക്കൊന്നും പറയാനായിട്ടൊരു കോൺഫിഡൻസ് വേണം. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. യെസ്, അപ്പൊ നമുക്ക് പറഞ്ഞു തന്നെ നോക്കണം. എന്തുകൊണ്ടാണ് ഇന്ത്യ CTBT കരാറിൽ ഒപ്പിടാത്തത്? യെസ്, അല്ലെങ്കിൽ അമേരിക്ക എന്തുകൊണ്ടാണ് ഇറാന്റെ അടുത്തേക്ക് ആണവ കപ്പൽ അയച്ചിട്ടുള്ളത്? ഇതൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പൊ അതൊക്കെ പറഞ്ഞ വലിയ വിഷയങ്ങളാണ്. യെസ്, അപ്പൊ അതുകൊണ്ട് ചെറിയ വിഷയങ്ങൾ നമുക്ക് തന്നു. നമുക്ക് ഇതേപോലുള്ള നമുക്ക് പറയാൻ പറ്റുന്ന ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ട, ടൗണുമായി ബന്ധപ്പെട്ട, നമ്മൾ ജീവിക്കുന്ന സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട, നമ്മളെ പഠിപ്പിച്ച പ്രിയപ്പെട്ട ടീച്ചറിനുമായിട്ട് ബന്ധപ്പെട്ട, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ മനസ്സിലുള്ള ഒരു റോൾ മോഡൽ ആയിട്ടുള്ളതാണ്. നേരത്തെ നമ്മുടെ നമിത പറഞ്ഞില്ലേ, മൈ ഗ്രാൻഡ് മദർ ഈസ് മൈ റോൾ മോഡൽ. യെസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ, അതിനെക്കുറിച്ച് നമുക്ക് 1-2 വാചകങ്ങളൊക്കെ പറയാമല്ലോ. യെസ്, അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്താൽ, അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞ് തുടങ്ങാം. ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. യെസ്, ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് പിന്നീട് ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി അത് വിട്ടേക്ക്, ഇത് ലവ് മാരേജ് വിട്ടേക്ക്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടെൻസിനെ കുറിച്ചായിരുന്നു. ടെൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ സബ്ജക്റ്റ്, പിന്നെ ഒരു വെർബും, ആ വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അതിനെ പറയുന്നതാണ് സിമ്പിൾ പ്രസന്റ്. സബ്ജക്റ്റ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ്, അതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പൊ അത് കാണിക്കുന്നത് ഹാബിച്വൽ ആക്ഷൻ ആണെന്ന് പറഞ്ഞു. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരമായിട്ടുള്ള സ്വഭാവം. ഇതാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ നമുക്ക് അതിന്റെ ബാലൻസ് 1-2 കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റൻസ്, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റോ മാനറോ പ്ലേസോ ടൈമോ ഉണ്ടാവും. അതിനെക്കുറിച്ച് പറയണ്ട നമ്മള്. അത് സെന്റൻസിന്റെ ഒരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞു. നമുക്ക് പറയാം ഐ ലൈക്ക് കോഫി, ഞാൻ കോഫി ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതെന്റെ പതിവായിട്ടുള്ള ഇഷ്ടമാണ്.
ഐ ഡ്രിങ്ക് ടീ, ഞാൻ പതിവായി ചായ കുടിക്കാറുണ്ട്. ഐ യൂസ് മൊബൈൽ ഫോൺ, ഞാൻ പതിവായിട്ട് മൊബൈൽ ഉപയോഗിക്കാറുണ്ട്. ഐ എന്നുള്ള സബ്ജക്റ്റ് ആണ്. അല്ല നെഗറ്റീവ് ആണോ സാർ? സിമ്പിൾ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് നമ്മൾ എടുത്തോ സുചിത്ര? ഓക്കെ ഓക്കെ, എടുത്തു അല്ലേ? എടുത്തു സാർ, എടുത്തു. നെഗറ്റീവ് പറഞ്ഞ ഡു നോട്ടും ഡസ് നോട്ട് അല്ലേ? അതെടുത്തു സാർ. യെസ്, സോറി ഞാനത് ഇവിടെ ഒന്ന് നോട്ട് ചെയ്യാൻ പറ്റും. യെസ്, സോറി. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് നെഗറ്റീവ് എടുത്താൽ മതി. യെസ്, ഇനി നമുക്ക് അതിന്റെ ചോദ്യം ഉണ്ടാക്കാം. ക്വസ്റ്റ്യൻ മോഡലാക്കാം. ക്വസ്റ്റ്യൻ മോഡൽ. യെസ്, അപ്പൊ ഞാനിപ്പോ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. അവർ വരാറുണ്ട് എന്ന് പറയുമ്പോൾ ദേ കം എന്ന് പറയും. അവർ വരാറില്ല എന്നാണെങ്കിലോ ദേ ഡു നോട്ട് കം. ആ ഇത് നമ്മൾ ചോദ്യമായിട്ട് മാറ്റുക. അവർ വരാറുണ്ടോ? നിങ്ങൾ പഠിക്കാറുണ്ടോ? നിങ്ങൾ പാചകം ചെയ്യാറുണ്ടോ? നിങ്ങൾ വസ്ത്രം അലക്കാറുണ്ടോ? അങ്ങനെ ചോദിക്കുന്നു പതിവായിട്ട്. അങ്ങനെ ചോദിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം? അപ്പൊ അവർ വരാറില്ല എന്നാണെങ്കിൽ ദേ ഡു നോട്ട് കം. അതിൻ്റെ അകത്ത് നോട്ട് അങ്ങോട്ട് കളയാം. നോട്ട് കളഞ്ഞിട്ട് ആ ഡു എന്നുള്ള വേർഡ് ആദ്യം പറയാം. എന്തായി? ഡു ദേ കം. അവർ വരാറുണ്ടോ? യെസ്. അതൊരു സിംഗുലർ ആണെങ്കിൽ ഡു എന്ന് പറയാൻ പകരം ഡെസ് ആക്കിയാൽ മതി. നിന്നെ ഭർത്താവ് വിളിക്കാറുണ്ടോ? ഡസ് ഹസ്ബൻഡ് കോൾ യു? ഭർത്താവ് വിളിക്കാറുണ്ടോ? യെസ്. അവർ ചിന്തിക്കാറുണ്ടോ? ഡു ദേ തിങ്ക്? നീ പഠിപ്പിക്കാറുണ്ടോ? ഡു യു ടീച്ച്? ഉണ്ടോ? അപ്പൊ ഇങ്ങനെ നമുക്ക് ചോദിക്കാം. അപ്പൊ അതിന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡു അല്ലെങ്കിൽ ഡസ് ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. എന്തായിട്ട് മാറുന്നു? അതൊരു ചോദ്യമായിട്ട് മാറുന്നു. ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ സുചിത്ര, ഓക്കെ ഞാൻ നിൽക്കട്ടെ ഒരു മിനിറ്റ്. ജദീദ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേരുണ്ട്, ജദീദയുണ്ട്, സുചിത്രയുണ്ട്. സുചിത്ര, തുടങ്ങുന്ന 2-3 ചോദ്യങ്ങൾ ജദീദയോട് ചോദിച്ചാൽ വേണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ വെച്ച് വളരെ യാദൃശ്യമായിട്ട് കണ്ടുപിടിക്കും. അപ്പൊ അത് കണ്ടുപിടി കഴിയുമ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് ഡു യു വെച്ചിട്ട് 2-3 ചോദ്യങ്ങൾ ചോദിക്കും. വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അവിടെ വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഡു യു ഡ്രിങ്ക് ടീ? റെസ്റ്റോറന്റിൽ ഓക്കെ. അപ്പൊ എന്ന് തുടങ്ങുന്ന കുറച്ച് ചോദ്യം യാദൃശ്യമായിട്ട് കണ്ടു കഴിഞ്ഞിട്ട് ചോദിക്കാം. വേറെ ഉപയോഗിക്കാറുണ്ടോ? ഡു യു യൂസ് സാരി? നിങ്ങൾ സാരി ഉപയോഗിക്കാറുണ്ടോ? ഡു യു യൂസ്? ഡു യു വെച്ചിട്ട് ചോദിക്കാം. ഓക്കെ, ജദീദയോട് ചോദിച്ചു. ജദീദ, അപ്പൊ സുചിത്ര ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കണം. യെസ് എന്ന് പറയാം, നോ എന്ന് പറയാം. ദാറ്റ് ഈസ് യുവർ ആൻസർ. ഓക്കെ ജദീദ, സ്റ്റാർട്ട് ചെയ്തു. ആദ്യം മിസ്റ്റേക്ക് ചെയ്തോ? യാദൃശ്യമായിട്ട് കണ്ടല്ലോ. ഹായ് ജദീദ, ഹൗ ആർ യു എന്നോ അതിന്റെ സാവകാശം ആരംഭിച്ചാൽ മതി. ഓക്കെ. എന്താ ജദീദയോ? ജദീദ അല്ലേ? Hi Jadida, how are you? I am fine. How are you? I am fine now. What are you doing there now? I am now in home. Yes. How much numbers in your family? 4. Okay. How sorry. What is your daily life routine? അപ്പൊ പറയോ, I will get up at 6 o'clock in the morning. ഞാൻ രാവിലെ ഇത് കൈതങ്ങൾ ചേർത്തോ? 6 മണിക്ക് എഴുന്നേൽക്കുന്നു. Then I will do my domestic work and routine work. വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നു. Then അങ്ങനെ രസകരമായിട്ട് പിടിച്ചോ കണ്ട് അങ്ങനെ 1:30 വരാം. And I will join the online class. രാത്രി ഒരു 10 മണി 11 മണി we will go to
പെട്ടെന്ന് രസകരമായിട്ട് ഇങ്ങനെ പോരും. Now, Ramadan, I am fasting. Okay, very good. Wake up at 4 a.m. Okay. After that, you doing someone any different life? I have a daughter. She A daughter is study now. Yeah. I don't hear your voice here. she is Anganwadi. Anganwadi. Okay, okay. And, tell me. My husband is in Qatar. Qatar. Okay. Now ജദീദ, you can ask some questions. എല്ലാത്തിനും ജദീദ് മറുപടി പറയാൻ നിൽക്കണ്ട, മറുപടി പറഞ്ഞോ, കൂട്ടത്തിൽ ചോദ്യം അങ്ങനെ ചോദിച്ചോളൂ. Okay, sir. ഞാൻ മറുപടി മാത്രം അങ്ങോട്ട് ചോദിച്ചോളൂ. Okay. Sujitra, where is your home? my home is Vallachana also, but I am now living in Nenmara town also. Okay. നെന്മാറ, yes. I have one daughter and one son. My husband is working Thrissur on business also. I am fine now. Do you think about going to temple and pray also, daily life pray in the God? Okay, what is your opinion that about? I am a Muslim. Yeah. ഒന്നും കൂടി ചോദിച്ചോളൂ സുഹിത്ര, ഒന്നും കൂടി ഒന്ന് രസകരമായിട്ട് ചോദിച്ചോളൂ. Yes. I am a Hindu also. You are Muslim. Okay, that's all. I understand. You are also private with home based. Okay, that correct? ജദീദ, Yes. That correct. ജദീദ, then how do you feel about this Ramadan month and what is the changes in your life? അതാണ് സുഹിത്ര ചോദിച്ചത്. Yes. Muslims are റമദാൻ മന്തിനെ കുറിച്ച് 2-3 സെന്റൻസ് പറ, നല്ല രസകരമായിട്ട്. more time spent in What is the most specialized days running in Ramadan month also? How much days you fasting. Sorry. Okay. എത്ര ദിവസം ഉണ്ടാവുന്നു? അപ്പൊ അപ്രോക്സിമേറ്റ് How much days? കറക്റ്റ് ആവില്ല, ചിലപ്പോൾ 1 ദിവസം 2 ദിവസമൊക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ? Yes, sir. 29 or 30. 29 above. അപ്പൊ നമുക്ക് അവിടെ എബൌട്ട് ചേർക്കാം. About 29, about 30. That means ഏതാണ്ട് 29-30 എന്നുള്ള അർത്ഥം. Yes. Do you drink coffee in morning time, in any other times, also afternoon, evening also? Even What time you preferred? I drink tea in evening. Evening time. Okay, that's all. Okay. I like mostly drink tea in evening hall. Watch the TV programs also that time. Okay. Yes, Jadida, very good. Sujitra, very good for your questions and very good for your answers, Jadida. Yes. Thank you, sir. നമ്മളിപ്പോ എവിടെയെങ്കിലും എയർപോർട്ടിലോ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മളൊന്നും പിടിച്ചിട്ടില്ല. യെസ്, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ ബെസ്റ്റ് എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ അതിന്റെ പോയിന്റുകളൊക്കെ ഒന്ന് എഴുതി റെഡിയാക്കി വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങളത് ഒരു വെൽ പ്രിപ്പറേഷനോട് കൂടിയിട്ടാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ വിത്തൗട്ട് പ്രിപ്പറേഷൻ എന്ത് ചോദ്യമാണ് ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും
ആ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ എന്ത് പറയണം? ആൻസർ പറയണ്ടേ? യെസ്, സുചിത്ര, Parry, sir. how are you? I am fine, sir. Yes, you are well. And you are married? Yes, I am married. Yes, okay. Let me ask you a question. So, how should your wedding day should be celebrated? എങ്ങനെയാണ് സുജിത്തയുടെ വെഡിങ് ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണെന്നാണ് ആഗ്രഹം? Yes, I like mostly in 12 o'clock night surprised husband in all that time, that day. Celebrations, okay. Yes. And surprise gift given the wife that time. Yes. So And that woman is also happy. right, okay. And your husband will give you a surprise gift at 12 o'clock. Yes, And have you the habit of giving him any surprise gift? yes, my husband is also that day surprised me, and some gifts given me also. Okay, okay. അത് കഴിഞ്ഞു, നേരം വെളുത്തു, അത് കഴിഞ്ഞ ശേഷം ആരംഭിക്കും. How do you want to celebrate your wedding day? I am first of all 7 o'clock morning going to temple Yes. and pray the gods also a good future life in my child and my husband also. I am. Yes, okay, with your husband and children. Okay, then. And this day is my different day also. That wedding day is entirely different from others. Then what is the difference that you see on the wedding day celebration? Different also. I am happy. All that's all. I'm happy. My children are happy. My husband is absolutely happy. That day is my husband fulfill my like. Yes, okay. Yes, Okay. I like things also purchased. Yes, okay. Very good. ഞാൻ അങ്ങോട്ടാ വരുന്നത്. അന്നത്തെ മെനു എന്തൊക്കെയായിരിക്കും? Whether you will prepare food in your home or you will go. Yeah. I am prepared today. Different kind of foods is prepared that day and celebrate with my family also. Yes. And engaged my husband, mother-in-law and father-in-law also. Yes. Then I am going to a movie also, theater. Yes, okay. That day you will see a movie with your family. Then. Yes. Then I am dinner also eat the outside Yes, hotels and the other family members also celebrated that time. Okay. Then I am returned back in the home and one cake purchased. Yes. Then a cake cut that time. Yes. Okay. At least or 8 or 9 o'clock at the end that day. Yes. That is the closing ceremony of that wedding anniversary. Okay. At the 9 o'clock. Yeah. Yes. Okay. സുചിത്ര, ഞാനിപ്പോ മറ്റുള്ളവരോട് സുചിത്രയുടെ ആ ഒരു മനസ്സിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. അത് പറയാനായിട്ടുള്ള ഒരു താല്പര്യം കാണിച്ചില്ലേ? തെറ്റാണോ ശരിയാണോ എന്നൊക്കെ വിട്ടേക്ക്. ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ കൃപ, ഓക്കെ അതങ്ങനെ പറയുക. പിന്നെ സുചിത്രക്ക് ഇത് പറഞ്ഞേ തീരൂ എന്നുള്ളൊരു സന്തോഷം ഉള്ളിൽ വേറെ കിട്ടുന്നുണ്ട്. യെസ്. അപ്പൊ അതുകൂടി ആയപ്പോ ഇതൊന്ന് ആരോടെ നമ്മളിപ്പോ ഇത്ര പേരുണ്ട് ഇവിടെ, 3, 2, 5, 3, 8, 9 പേരുണ്ട്. ഈ 9 പേരോട് പറയണ്ടേ? പറയാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവില്ല. അതും കൂടി അതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് സുചിത്ര ഇതുപോലെ ഇരിക്കണം. അത് എന്റെ ഇപ്പോഴല്ല, മ്യൂട്ട് ചെയ്തോളൂ സുചിത്ര, ഞാൻ വരാം. എന്റെ അരികത്ത് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അരികത്തൊരു പയ്യൻ വരും. അവൻ SLC വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അവന്റെ അമ്മ വേലക്ക് നിൽക്കുന്ന വീട്ടിലെ ചേട്ടൻ
ഇവിടുത്തെ ആള് ഒരു ഷിപ്പിലാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അദ്ദേഹം ഷിപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവരെ കണ്ടപ്പോ ഇവരോട് പറഞ്ഞു, എടാ നീ മര്യാദയ്ക്ക് ഇംഗ്ലീഷൊക്കെ പഠിക്കും, നിനക്ക് ഞാൻ എന്തെങ്കിലും ജോലി വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ വാചകം ഒരു മനസ്സിലുണ്ടായിരുന്നു. ഞാൻ സുചിത്ര പറഞ്ഞപ്പോ ആ പയ്യനെ ഓർത്തുപോയി. അപ്പൊ അവൻ വൈകുന്നേരം ഞാനൊരു 8 മണി 9 മണി ആകുമ്പോഴേക്കും ഞങ്ങളുടെ അവിടെ അന്ന് ഒരു കോളേജ് ഉണ്ടായിരുന്നു അവിടെ ഞാൻ വരുമായിരുന്നു, രാത്രി വരുമായിരുന്നു. അപ്പൊ ഈ പയ്യനെ അവിടെ വരും. എന്നിട്ട് പൊട്ടത്തരങ്ങളായിട്ട് പറയണത്, എന്നാലും കുഴപ്പം അവന് ഇംഗ്ലീഷിലെ പറയും. പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് എപ്പോഴും വരുന്നുണ്ട് അവൻ. ഞാൻ അവിടെ വരാൻ വൈകിയാലും അല്ലെങ്കിൽ വന്ന് അതിന് ചിലപ്പോ എന്നെ കണ്ടില്ലെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ഇന്ന് വന്ന് കുറെ നോക്കിയിരുന്നു, സാറിനെ കണ്ടില്ല, ഞാൻ പോയി എന്ന് പറയും. അപ്പൊ എന്റെ വണ്ടി കാണാൻ ഞാൻ അവിടെ കുറെ പൊട്ടത്തരങ്ങൾ ഇംഗ്ലീഷ് പറയും. പിന്നെ ഞാൻ അവിടെ കണ്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം കുറെ നാളിന് ശേഷം യാദൃച്ഛികമായിട്ട് വീണ്ടും അവനെ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചോ, കുറെ നാളെല്ലാം കണ്ടിട്ട് ഇപ്പൊ എവിടെയാണ് കാണാത്തല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, സാറേ ഞാനിപ്പോ ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത്. വെറും SSLC മാത്രം വരെ പയ്യൻ പഠിച്ചിട്ടുള്ളൂ. എന്നിട്ട് അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് എല്ലാം പറഞ്ഞു, ആ ഇംഗ്ലീഷൊക്കെ നമ്മളന്ന് പറഞ്ഞിട്ടില്ല, അതൊക്കെ അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അപ്പൊ അതുപോലെ നിങ്ങളങ്ങനെ പറയുക, നിങ്ങളങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോ നിങ്ങളുടെ ജീവിതത്തെ തന്നെ അത് മാറ്റിമറിക്കും. യെസ്, എവിടേക്കോ നിങ്ങളിങ്ങനെ പറയാതെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയത്. പിന്നെ നമ്മളങ്ങനെ വിചാരിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളിപ്പോ ഇരിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിലാണ്. യെസ്, നിങ്ങളങ്ങനെ ധൈര്യമായിട്ട് അങ്ങോട്ട് പറയുക. യെസ്, ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു വേദി വേറെ കിട്ടില്ല. അതല്ലെങ്കിൽ നമ്മളെവിടെ നമ്മുടെ വീട്ടിലെ 4 മതിലിന്റെ ഉള്ളിൽ ഒതുങ്ങി. യെസ്, അത് അങ്ങനെ ഒതുങ്ങണ്ട. യെസ്, നമുക്ക് ആ പഴയ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പഴയ ഒരു നിങ്ങളില്ലേ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള നിങ്ങളില്ലേ, അതിനെ തിരിച്ചെടുക്കുക. യെസ്, അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക. എവിടേക്കോ എന്തൊക്കെയോ ജീവിത പ്രശ്നങ്ങളും ഇതൊക്കെ വന്ന് കഴിഞ്ഞപ്പോ എവിടേക്കോ നിങ്ങളെ ഒതുങ്ങിപ്പോയി. ആ ഒതുങ്ങിപ്പോയി ജീവിതത്തിൽ ഉണ്ടാവില്ലേ. യെസ്, അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് റെഡിയാക്കി കഴിഞ്ഞാല് നമുക്കിത് റെഡിയാക്കി എടുക്കാം. യെസ്, ഓക്കെ. അപ്പോ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ ഇനിയും ഓരോ വിഷയങ്ങളെ കുറിച്ച് പറയും. ആ വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 1-2 സെന്റൻസുകൾ അതിനെ കുറിച്ച് പറയുന്നു. യെസ്, അപ്പൊ ഞാനിപ്പോ പറഞ്ഞു നിർത്തുന്നത് ഒരു കാര്യം കൂടിയാണ്. നമ്മളിപ്പോ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസിനെ കുറിച്ച് പറഞ്ഞു, നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസിനെ കുറിച്ച് പറഞ്ഞു, ഇൻവോളേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മോഡലുള്ള വാചകങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. യെസ്, അപ്പൊ നമുക്ക് പുതിയൊരു വിഷയവും പുതിയൊരു കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. സോ അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷിന്റെ ആ സംസാരിക്കാനായിട്ടുള്ള ആ ഒരു കഴിവ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. എന്താണ് നിമിത പറയാൻ പോയെ? നമിത, എനിത്തിങ്? താങ്ക് യു സാർ എന്ന് പറയാൻ വന്നത്. Yes, okay, received. Okay, thank you. So, we will meet in the next class. Okay, bye. Okay, sir. Thank you. Okay. Thank you, sir. Okay. Thank you, sir. Okay. Thank you, sir. Thank you, Okay, sir. okay.